ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ആക്ച്വലി സോളാർ എക്ലിപ്സും സൂര്യഗ്രഹണവും മറ്റേ ഫുൾ മൂണും ഫുൾ മൂണല്ല, ന്യൂ മൂൺ, അമാവാസിയും രണ്ടും കടന്നുപോയി. ഓക്കെ, ഞാൻ അത് പ്രത്യേകം റീഡിങ് അതിനെടുക്കണം എന്ന് വിചാരിച്ചാണ് ഇന്നലെ, ബട്ട് വിട്ടുപോയി. എനിവേ, ഒരു കാര്യം മെയിൻ വേറൊരു കാര്യം ഇതിലെന്താ സ്പെഷ്യൽ എനിക്ക് പറയാനുള്ളത്, സൂര്യഗ്രഹണവും അമാവാസിയൊക്കെ ഒന്നിച്ച് വരുന്നത് എന്തായാലും പവർഫുൾ ആണ്. നിങ്ങൾക്ക് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഓക്കെ, അതിന് ഉപ്പിട്ട് കുളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ക്ലെൻസിങ് ചെയ്യുക, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഞാൻ പഴയ എൻ്റെ കുറച്ച് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക. ഓക്കെ, പ്ലേലിസ്റ്റ് അത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പ്ലേലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ന്യൂ മൂണിൻ്റെ വീഡിയോസ് വേറെയുണ്ട്, ഫുൾ മൂണിൻ്റെ വീഡിയോസ് വേറെയുണ്ട്. അതിൽ ആക്ച്വലി സോളാർ എക്ലിപ്സും ന്യൂ മൂണും കൂടി വന്നിട്ടുള്ള ഏതോ ഒരു പോർട്ടലിൻ്റെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ കാണാം. ഓക്കെ, അതിൽ കുറേ റെമഡീസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാ തവണയും ഞാനത് പറയാൻ വിട്ടുപോകും, ചില സമയത്ത് എനിക്കും പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ എന്തായാലും അങ്ങനത്തെ റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് വേറൊരു കാര്യം, ചൈനീസ് കലണ്ടർ അനുസരിച്ചിട്ട്, ഓക്കെ, അതെന്തോ ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ആൻഡ് യെസ്, ആക്ച്വലി നമുക്ക് നോക്കുമ്പോൾ കുറച്ച് പവർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഈ വർഷം ചൈനീസ് കലണ്ടർ പ്രകാരം അവരുടെ ന്യൂ ഇയർ ബിഗിനായി ഇന്നലെ തൊട്ട്. ഓക്കെ, സോ അത് പുതിയ ഇയർ അവരുടെ ചൈനീസ് പ്രകാരം ഹോഴ്സിൻ്റെ ഇയർ ആണ്. ഓക്കെ, അതായത് കുതിരയുടെ ഇയർ ആണ് വരുന്നത്. ഇയർ ഓഫ് ദ ഹോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് മുമ്പ് കഴിഞ്ഞു പോയത് സ്നേക്കിൻ്റെ ആയിരുന്നു, അതായത് പാമ്പിൻ്റെ ആയിരുന്നു ചൈനീസ് കലണ്ടർ പ്രകാരം. ഓക്കെ, അപ്പോൾ ആ പാമ്പിൻ്റെ എന്താണെന്ന് വെച്ചാൽ ആ ഇയർ നമ്മളും ആക്ച്വലി കണക്കാക്കിയത് 8ൻ്റെ എനർജി, 9ൻ്റെ എനർജി, നമ്മൾ ന്യൂമറോളജിക്കലിയും ഒക്കെ പറയുകയാണെങ്കിൽ എവിടെയോ നമ്മൾ പറയില്ല, ചില കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു ഇയർ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതായിരുന്നു കഴിഞ്ഞ വർഷം. ചില കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്യുന്ന ഒരു വർഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ചില എൻഡിങ്സ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവസാനിക്കാൻ പോകുന്നു. കാരണം പാമ്പ് എങ്ങനെയാണ്, പാമ്പ് പടം പൊഴിച്ചിങ്ങനെ അതിൻ്റെ സ്കിന്ന് മാറ്റില്ലേ, ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ ആ രീതിക്ക്, അതായത് നമ്മൾ ചിലത് റിലീസ് ചെയ്ത് കളയുക എന്ന രീതിക്കാണ് കഴിഞ്ഞ വർഷം പോയത്. ഓക്കെ, ആൻഡ് ഈ വർഷം വന്നതിനി ഇപ്പോൾ തുടങ്ങിയത് ഹോഴ്സിൻ്റെ ഇയർ ആണ്. കുതിര എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്പീഡ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് കണക്കാക്കാം, പവർ എന്ന രീതിക്ക് കണക്കാക്കാം, ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്ന രീതിക്ക് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇനി മാറ്റങ്ങൾ, ഓക്കെ, മൂവ്മെൻറ്റ് ഇനി വരാൻ പോകുന്നു പല കാര്യങ്ങളിലും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ആസ്ട്രോളജിക്കലി നമ്മൾ പറയുമ്പോഴും എവിടെയോ അതൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. നമ്മുടെ ലൈഫിലും ഇതൊക്കെ വരും. എനിക്ക് ഇതിൻ്റെയൊക്കെ എനർജി ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ വർഷം നിങ്ങൾ പോയ വർഷത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കാണും. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് കാണും, ഫേസ് ചെയ്ത് കാണും. ആൻഡ് അതിനുശേഷം പക്ഷേ നിങ്ങൾ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും റിലീസ് ചെയ്ത് കാണും. ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്ത് വിട്ടായിരിക്കാം, പേടികൾ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടാവും. അപ്പോൾ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഈ വർഷം തുടങ്ങുമ്പോൾ, ഈ ഹോഴ്സിൻ്റെ വർഷം തുടങ്ങുമ്പോൾ ഇനി വരാൻ പോകുന്നത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പം മാറ്റങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ നോക്കാൻ ഉദ്ദേശിച്ചതെന്ന് റീഡിംഗ് എടുക്കാൻ. ഓക്കെ, സോ ചൈനീസ് കലണ്ടർ പ്രകാരം ന്യൂ ഇയർ, ഓക്കെ, അവരുടെ പ്രകാരം ന്യൂ ഇയറിൽ ഈ ഹോഴ്സിൻ്റെ ഇയർ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ആക്ച്വലി ഇതിൽ നിന്ന് ആദ്യം എടുത്തേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ടാരോ എടുത്തില്ല ഞാൻ, ജസ്റ്റ് ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൈഡൻസ് ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഹോഴ്സിൻ്റെ ഇയർ, ചൈനീസ് കലണ്ടർ ഹോഴ്സ് ഇയർ, നമുക്ക് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫാമിലി റൂം, ഓക്കെ, മെസ്സേജ് ഓഫ് കൺസേൺ കാണുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് എനർജിൻ്റെ ഇത് ഞാൻ മറക്കേണ്ടി വരും, കാർഡ് ഞാൻ മറക്കും. ഓക്കെ, മെച്യൂർഡ് വുമൺ. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം, ഒരു 5 എണ്ണമായിട്ട്. ലെറ്റ്സ് സീ വൺ മോർ. ഓക്കെ, കോഫിനും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഡിസ്റ്റൻ്റ് ഹൊറൈസൺ ഉണ്ട്. എന്ന് വെച്ചാൽ തന്നെ ഇത് ട്രാവലിൻ്റെ കാർഡാണ്, മാറ്റങ്ങളുടെ കാർഡാണ്, യാത്രയുടെയാണ്. മൂവ്മെൻ്റ് എന്നും വിളിക്കാം. ഇത് ഷിപ്പ് പറക്കുന്നതാണ്. സോ എന്തോ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലേ? നമ്മൾ എവിടേക്കെങ്കിലും മാറുന്ന സ്ഥലം മാറ്റത്തിൻ്റെ കാര്യമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന കാര്യം, ഡിസ്റ്റൻസിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്കത് പിന്നീട് പറയാം. സോ ഇവിടെ ഫാമിലി റൂം കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ. ഓക്കെ, ഫാമിലിയിൽ ഇത് ആക്ച്വലി ഒത്തൊരുമയോടെ നിങ്ങളൊരു വീട് എന്ന രീതിക്കാണ്. സോ മേ ബി ഒരു ഫാമിലി, നിങ്ങളൊരു വീട് കെട്ടാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ ഫാമിലി നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒന്നിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഒന്നിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എൻവയറമെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, ഒരു മെസ്സേജ് ഓഫ് കൺസേൺ ഉണ്ട് ഇവിടെ. ഇത്
മേ ബി നിങ്ങൾക്ക് ചില ടെൻഷനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോവും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും അങ്ങനെ ടെൻഷൻസ് വന്നാൽ തന്നെ ഓക്കെ, ഐ തിങ്ക് അത് നിങ്ങൾ ഫാമിലി ഒന്നിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന തരത്തിലായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറയും. കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്. ലവേഴ്സ് പറയുമ്പോൾ നമ്മൾ തീരുമാനം, ഡിസിഷൻസ് എന്ന് പറയാറുണ്ട്, ചോയ്സസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം നിങ്ങൾക്ക് വന്നേക്കാം. ബട്ട് അതെല്ലാം നല്ലതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ വർഷം നമ്മൾ വളരെ നല്ലത് വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് തന്നെ. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് ആക്ച്വലി എവിടെയോ നിങ്ങൾക്ക് ചില മെച്യൂരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന, അതായത് നിങ്ങൾ തന്നെ കുറെ കൂടി കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. ലവേഴ്സ് എനർജി ഉണ്ട്. സോ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം വരാനുള്ള സാധ്യത, ഒരു പേഴ്സൺ വരാനുള്ള സാധ്യത ആക്ച്വലി പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കും. ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പാസ്റ്റ് ലൈഫിലെ ഒരു പേഴ്സൺ റിട്ടേൺ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ, ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന രീതിക്കാണ്. ഉള്ള ബന്ധങ്ങളിലും നിങ്ങൾ സ്ട്രെങ്ത് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന രീതിക്ക്, കുറച്ചുകൂടി അടുപ്പം വരുന്ന രീതിക്ക് കാണുന്നുണ്ട് ഇവിടെ. ബട്ട് അതിൻ്റെയൊക്കെ ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം മെച്യൂർഡായിട്ട് നിൽക്കുന്ന പോലെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മെച്യൂർഡ് ലേഡി വേറെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന തരത്തിലുമായിരിക്കാം. ആൻഡ് ഇവിടെ കോഫിൻ കാണുന്നുണ്ട്. സോ കുറച്ച് എൻഡിങ്സ് എന്ന രീതിക്ക്, എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. എപ്പോഴും എൻഡിങ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. ഏത് കാര്യത്തിൽ നിങ്ങളെടുത്താലും, ഈവൻ നമ്മൾ ലിറ്ററലി മരണം എന്നെടുക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന സോളിന് അടുത്ത ജന്മം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. സോ എപ്പോഴും ഒരു എൻഡിങ്, എപ്പോഴും അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു ജന്മം കൂടി ഉണ്ടാവും, ഒരു റീസ്റ്റാർട്ട് കൂടി ഉണ്ടാവും എന്തായാലും. ഓക്കെ, സോ ഇവിടെ ചില കാര്യങ്ങൾ അവസാനിക്കും ആൻഡ് ചില കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങും എന്നാണ്. സോ അഗൈൻ നമ്മളിവിടെ പറഞ്ഞു വന്നതും അതായിരുന്നു, സ്നേക്കിൻ്റെ എനർജി. ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡിങ് എന്ന രീതിക്ക് കണ്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ് ഇനി വരാൻ പോകുന്നു എന്നുകൂടിയായിരിക്കാം. ചില മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ, ചിലപ്പോൾ നിങ്ങളിൽ തന്നെയുള്ള മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും അവിടെ കാണുന്നത്. ഓക്കെ, സോ ഈ മെസ്സേജ് ഓഫ് കൺസേൺ മാത്രം മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, മേ ബി എന്തെങ്കിലും ടെൻഷൻസ് ചിലത് കയറി വരാനുള്ള സാധ്യത അത് വരുമല്ലോ നോർമലി അല്ലേ. എല്ലാം നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയൊന്നുമില്ല. സോ യെസ്, ചില ടെൻഷൻസും കയറി വരും. ബട്ട് ഐ തിങ്ക് അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും പറ്റും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇതിപ്പോൾ ഈ മെസ്സേജ് ഓഫ് കൺസേൺ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി കൺസേൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ മണി ഫൈനാൻഷ്യൽ വൈസ് എന്തെങ്കിലും ചെറിയ ടെൻഷൻസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഓവറോൾ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും പറ്റും എന്ന രീതിക്കാണ് കാണുന്നത്. ചില ചോയ്സുകൾ, ചിലപ്പോൾ തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അത് നിങ്ങൾ മെച്യൂർഡായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഓവറോൾ നമുക്ക് മെസ്സേജസ് ഉണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് ട്രാവൽ, ഞാൻ പറഞ്ഞിരുന്നു ട്രാവൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അബ്രോഡ് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കും ഈ വർഷം. പ്രത്യേകിച്ചും ഹോഴ്സിൻ്റെ വർഷമാണ്. സോ യെസ്, ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് ഓർത്ത്, ഹോഴ്സ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ യാത്രയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, സോ ആർക്കെങ്കിലുമൊക്കെ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഷം എന്തായാലും ശ്രമിച്ചോളൂ, നല്ലതാണ്. ആക്ച്വലി കഴിഞ്ഞ വർഷം നമ്മൾ പറയുന്നുണ്ടായിരുന്നു ദറ്റ് ട്രാവൽ അധികം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. സോ ഞാനതിങ്ങനെ കേട്ടിരുന്നു, മറ്റേ ആസ്ട്രോളജിക്കലി പറയുന്ന ഇതിലൊക്കെ. ഓക്കെ, നമുക്ക് മെസ്സേജസ് ആയിട്ട് കൂടി നോക്കാം. ദ മിറിയം, sacred vision, choose to forgive in order to heal, see the light in all, remember that love has no boundaries. ഓക്കെ, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് forgiveness ആണ്. ഓക്കെ, ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ, റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം forgive ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ മറ്റേ വ്യക്തിയെ നമ്മൾ പറയാൻ പറ്റില്ല, നിങ്ങൾ forgive ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഐ തിങ്ക് ഇത് ഇന്നലെയും വന്നിരുന്നു. forgiveness ഇവിടെ ആവശ്യമാണ്. ആൻഡ് എല്ലാവരിലും തെറ്റുകളും ഉണ്ടാവും, എല്ലാവരിലും നല്ലതും ഉണ്ടാവും. ഓക്കെ, എല്ലാവരിലൂടെ നന്മ കാണാനാണ് പറയുന്നത്, ലൈറ്റ് കാണാനാണ് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ലൈറ്റ് കാണുമ്പോൾ, വേറെ വ്യക്തിയുടെ നന്മ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻസിൽ മാറ്റം ഉണ്ടാവും അല്ലേ. നിങ്ങൾ അവരോട് ഒരു വെറുപ്പോടെ പെരുമാറുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഓക്കെ, അത് തന്നെ മറ്റേ ആൾക്ക്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ റിയാക്ഷനിലും മാറ്റം വരും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഞാനത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ കുറേ ഉണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മാപ്പ് കൊടുത്ത് എപ്പോഴും എല്ലാവരും സ്വീകരിച്ച് നിൽക്കണം എന്ന രീതിക്കൊന്നുമല്ല. ബട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകരുത്. ഓക്കെ, ആൻഡ് ഫോർഗീവ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, ബട്ട് ഇവിടെ പറയുന്നത് ലവ് ഹാസ് നോ ബൗണ്ടറീസ് എന്ന രീതിയിലാണ്. കുറച്ചൊക്കെ നിങ്ങൾ ഐ തിങ്ക് ഒന്ന് ബന്ധങ്ങളൊക്കെ ബെറ്റർ ആവാൻ ഒരല്പം വിട്ടുവീഴ്ച, ഒരല്പം ഫോർഗീവ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്സിലൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്, ഈവൻ റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ, എല്ലാവരുമായിട്ടും ഓക്കെ നിങ്ങൾക്ക് ബെറ്റർ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് എൽ മോറിയ, awakening presence, universe is within you. Okay, wear a cloak of protection and love. Okay, again, see ഇവിടെ പറയുന്നത്
യൂണിവേഴ്സ് ഇസ് വിത്ത് യു എന്നാണ്. സോറി, ഇവിടെ പറയുന്ന യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, യൂണിവേഴ്സ്, ദൈവം, നിങ്ങൾ ആരെ വിശ്വസിച്ചാലും ശരി, ഏഞ്ചൽസ്, എന്ത് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് തന്നെ, യൂണിവേഴ്സിൻ്റെ എനർജി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സ്നേഹം കൂടി നിങ്ങൾ കയ്യിൽ വെക്കുക എന്ന രീതിക്ക് പറയുന്നുണ്ട്. സോ അഗൈൻ ഇവിടെ 2 തരത്തിൽ സ്നേഹം വന്നു. സോ എല്ലാവരോടും നിങ്ങൾ പരമാവധി ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. ലേഡി പോഷ്യ, ഡിവൈൻ ഓർഡർ, ഡു വാട്ട് യു ഫീൽ ഇസ് റൈറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെസൺ ഇസ് അൺഫോൾഡിങ്. സി, നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ചോയ്സിൻ്റെ താഴെ തന്നെ ഇത് വന്നു. സോ ലവേഴ്സിൻ്റെ കാര്യമാണ്, ചോയ്സിൻ്റെ കാര്യമാണ്. സോ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് വരുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ, എന്ത് കാര്യത്തിലായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ശരി എന്ന് തോന്നുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാം. ഓക്കെ, എൻ്റെ എവിടെയോ എനിക്ക് ആ ഹാർട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു, ഇതിലുണ്ട്. സോ യെസ്, നിങ്ങൾ ഹാർട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കാം, നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കാം. ആൻഡ് അത് നിങ്ങൾക്ക് ശരി എന്ന് എന്ത് തോന്നുന്നു അത് ചെയ്യൂ. ബിക്കോസ് എന്തായാലും തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അതിലൊരു ലെസൺ ഉണ്ട്. ആ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിവേ നിങ്ങൾ ആ ശരിയായിട്ടുള്ള വഴിയിലേക്ക് നിങ്ങൾ എത്തും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ ഇവിടെ തെറ്റ് ശരി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യൂ. ഓക്കെ, അതിൽ ഏത് വഴിക്ക് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ്. ഓക്കെ, സോ തെറ്റായാലും ശരി, അതിൽ ഇത്തിരി വേദനിക്കേണ്ടി വരുന്നു മാത്രം. പക്ഷേ സോറി, തമാശയാണ് ലൈഫ്. Okay, and Horus, cosmic gateway, your thoughts are magnetic and powerful, miraculous changes are occurring. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ തോട്ട്സ്, ഓക്കെ, അത് വളരെ പവർഫുള്ളാണ്. സോ സൂക്ഷിച്ച് ഉപയോഗിക്കുക ചിന്തകളെ. ഓക്കെ, ചിന്തകളെ നിങ്ങൾ നല്ലോണം കൺട്രോൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പോസിറ്റീവായിട്ട് ചിന്ത വയ്ക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ ആ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വരും. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുക, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, മാനിഫെസ്റ്റേഷൻ പവേഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന് നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചോ നെഗറ്റീവായിട്ട് ചിന്തിച്ചോ എന്നറിയില്ല. ഓക്കെ, ബട്ട് നമ്മളിൽ നിന്ന് പോകുന്ന ഒരു എനർജി വൈബ്രേഷൻ ഉണ്ട്, അതാണ് യൂണിവേഴ്സ് പിടിക്കുന്നത്. ഓക്കെ, ആ എനർജി വൈബ്രേഷൻ, ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പുറത്ത് പോകുന്നത്, അല്ലേ? സോ അതേ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരും. സോ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകം മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുമ്പോൾ നെഗറ്റീവിനെയും അട്രാക്ട് ചെയ്യാനുള്ള നമുക്ക് കഴിവുണ്ട്. സോ ബി കെയർഫുൾ, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ചിന്തകൾ എത്രത്തോളം നിങ്ങൾ പോസിറ്റീവാക്കി വെക്കുന്നോ അത്രത്തോളം നല്ലത് നടക്കും. ഓക്കെ, മിറക്കിൾ നടക്കും എന്നാണ് പറയുന്നത്. മിറക്കുലസ് ചേഞ്ചസ് ആർക്കാം ഓക്കറിംഗ് എന്നാണ് പറയുന്നത്. ആ മിറക്കുലസ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നിങ്ങൾ ആ ഒരു മിറക്കിൾ നടക്കും എൻ്റെ ലൈഫിൽ എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കൂ. ഇപ്പം എന്ത് നടക്കുന്നുണ്ടെങ്കിൽ ശരി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ഓക്കെ, അതിലെവിടെയോ എനിക്ക് എന്തോ നല്ലതുണ്ട്, അത് വരുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം വയ്ക്കാം. Lord Shiva, wow. Transcendence, rise up, honor your inner force, steps are being given, dance with the universe. Okay, see, നിങ്ങൾക്ക് സ്റ്റെപ്സ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സയൻസ് ആൻഡ് ഇൻറ്റ്യൂഷൻ നിങ്ങൾ നല്ലോണം കേൾക്കാൻ പഠിക്കുക. മെഡിറ്റേഷൻ, പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുക. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ എന്താ പറയുക, സന്യാസത്തിലേക്ക് ഇറങ്ങിപ്പോകാനല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട്, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ യൂണിവേഴ്സൽ എനർജി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ നേരത്തെ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റെന്താണ്, ശരിയെന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ സ്റ്റെപ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, റൈസ് അപ്പ് ടു മീറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശരിക്കും നിങ്ങൾക്ക് അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത് മനസ്സിലാക്കൂ ആൻഡ് അത് യൂസ് ചെയ്യൂ എന്ന രീതിക്കാണ്. ആൻഡ് ഡാൻസ് വിത്ത് യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സുമായിട്ട് ഒന്നിച്ച് ഒരു സിംഫണിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. യൂണിവേഴ്സുമായിട്ട് ഒന്നിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, നല്ല സമാധാനം, സന്തോഷം, അങ്ങനെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇതൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ഇവിടെ ഹോഴ്സിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിൽ മാറ്റങ്ങൾ, നിങ്ങളിൽ അവേക്കനിങ്, ആക്ച്വലി എവിടെയോ അവേക്കനിങ്, ആൻഡ് നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി നിങ്ങൾ ഉയരുന്ന പോലെ അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, phases and cycles, there's a beginning with every very nice. There is a beginning within every ending. Illusions are revealed and released. See,
ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ കടന്നുപോയത് അതിൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആൻഡ് അതിനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോയിട്ടുണ്ടാവും. ചില വ്യക്തികളായിരിക്കാം, ചിലത് മാറിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, ചില ഈവൻ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ചിലവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് പലതും നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പുതിയ സൈക്കിൾ വരുന്ന രീതിക്കാണ്. സോ എവറി എൻഡിങ് ഹാസ് എ ന്യൂ ബിഗിനിങ് എന്നാണ്. ഓക്കെ, സോ ഒന്നും എൻഡിങ്സിനെ ഒരിക്കലും പേടിക്കരുത്, അതുകൊണ്ട്. ഓക്കെ, ചില അങ്ങനെ എൻഡിങ്സ് ആവശ്യമാണ് ചില പുതിയ ബിഗിനിങ് വരാൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് എനിവേ നമ്മുടെ ഇയർ ഓഫ് ദ ഹോഴ്സ്, സോ മാറ്റങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും ഈ വർഷം. ഐ തിങ്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ കാണും, നിങ്ങളുടെ മൂവ്മെൻറ്റ് നിങ്ങൾ കാണും. ഇതുവരെ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഓക്കെ, അതിന് പക്ഷേ നിങ്ങൾ കൂടി അലൈൻ ആവണം. ഓക്കെ, നിങ്ങൾ ആ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങൾ തിരിച്ചറിയാനും അത് യൂസ് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് പല കാര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഹോഴ്സിനെ പോലെ പവർഫുൾ ആയിട്ടിരിക്കുക. ആക്ച്വലി ഒരു സ്വിച്ച് വേർഡ് ഉണ്ട്, ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. സോറി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്ത് നോക്കട്ടെ വരും, അല്ലെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെ കേട്ടോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ ഇവിടെ ഞാൻ താഴെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ നോക്കിയാൽ മതി. ആ സ്വിച്ച് വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല, സോറി. എനിവേ, ഞാൻ ഇവിടെ ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നോക്കുക, വായിക്കാം. ഞാൻ കുറച്ച് നേരം അതിനെ നീട്ടി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്വിച്ച് വേർഡ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇന്നർ പവർ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സ്വിച്ച് വേർഡ് ഉണ്ട്, അത് ഹോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ്, ഞാൻ ഇവിടെ കൊടുത്ത് വെക്കാം. ഓക്കെ, ഇതിൻ്റെ താഴെ ആൻഡ് കമൻറ്റിലും പറ്റിയാൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ നിങ്ങൾ ആ സ്വിച്ച് വേർഡ് നിങ്ങൾ പലതവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ഒരുപാട് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ദിവസം മുഴുവൻ കുറേ സമയം നിങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരു ഇന്നർ കോൺഫിഡൻസും നിങ്ങളുടെ ഒരു പവറും ഒരു സ്ട്രെങ്ത്തും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഹോഴ്സിൻ്റെ ആ ഒരു പവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ്. ഹോഴ്സിൻ്റെ പവർ നമ്മളിലേക്ക് എടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഹോഴ്സിനെ പോലെ ആവണം എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കുക, എന്താ പറയുക, ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിരിക്കാതെ ആക്ഷനായിട്ട് എടുക്കുക എന്ന രീതിക്കൊക്കെയാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിൽ ഇത് ഓക്കെ, ഞാൻ ഈ കാർഡ് മറക്കേണ്ടി വരും. ഓക്കെ, മറന്നു. ഓക്കെ, സോ എനിവേ, സോ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ദിവസമായിരിക്കട്ടെ, ഇനി വർഷമായിരിക്കട്ടെ, ചൈനീസ് ഇയർ വർഷം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.